ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ വാത്സല്യവും സംരക്ഷണവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അവിടുത്തെ പുത്രനും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം, സഹവാസം നിരന്തരമായി അനുഭവിക്കുവാൻ നമുക്കും നമ്മുടെ ഭവനത്തിലുള്ളവർക്കും സാധിക്കട്ടെ. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈശോയുടെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ഉണ്ടാകുവാൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കും നിങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കപ്പെടുവാൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. അതുപോലെ തന്നെ കൊളോസ്യ ലേഖനത്തിൻ്റെ 3:11 നമ്മൾ വായിക്കുന്നു: പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാവരിലുമുള്ള ക്രിസ്തുവിനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവവിളിയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് അവധിക്കാലമൊക്കെ ആകുമ്പം ദൈവവിളി ക്യാമ്പുകളെക്കുറിച്ചൊക്കെ പലപ്പോഴും പരസ്യങ്ങളും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മനുഷ്യന്, എല്ലാ മനുഷ്യർക്കുമുള്ള അടിസ്ഥാനപരമായ ഒരു ദൈവവിളിയുണ്ട്. അത് വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനത്തിലെ 1-ാമത്തെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം തരുന്ന വിളിയാണ് ദൈവവിളിയെങ്കിൽ ഈ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ ദൈവവിളി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ്. ആ ക്ഷണം ഓരോ വ്യക്തിയും ഓരോ തലത്തിൽ ഓരോ സാഹചര്യത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവവിളി ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം വിശുദ്ധിയിലേക്കുള്ള ദൈവവിളി എല്ലാ കാലഘട്ടത്തും ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ വെല്ലുവിളിയായി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ദൈവവിളി ഈ വെല്ലുവിളി സ്വീകരിക്കുക എന്നുള്ളതാണ്, വിശുദ്ധിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആദിമസഭയിൽ അവർ പരസ്പരം വിശുദ്ധരെ എന്ന് അഭിസംബോധന ചെയ്താണ് സംസാരിച്ചത്. പൗലോസ്ലീഹ ലേഖനമൊക്കെ എഴുതുമ്പോൾ എൻ്റെ വിശുദ്ധരെ എന്ന് അദ്ദേഹം പലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മുഖമുദ്രയായി എല്ലാ കാലത്തും പരിഗണിക്കപ്പെട്ടിരുന്നു, പ്രത്യേകിച്ച് ആദിമ സഭാ സമൂഹത്തിൽ. അതുകൊണ്ട് ഏത് രീതിയിലും
എങ്ങനെയും എത്രയും പെട്ടെന്ന് ഈ വിശുദ്ധിയിലാകുക, വിശുദ്ധി പ്രാപിക്കുക എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഏക ലക്ഷ്യവും കൂടിയായിരുന്നു. സെമിനാരിൽ ചേർന്ന വർഷം ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരു ചെറിയ പ്രോഗ്രാമിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിങ്ങനെയാണ്: ആദിമ സഭയിലെ വചനപ്രഘോഷകരും ആധുനിക സഭയിലെ വചനപ്രഘോഷകരും തമ്മിലുള്ള വ്യത്യാസം. ചെറിയൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ 2 വചനപ്രഘോഷകർ. ആദ്യമേ ഞങ്ങൾ അവതരിപ്പിച്ചത് ആദിമസഭയിലെ 2 വചനപ്രഘോഷകർ. അവർ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ദൂരെ പോയി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച് അവരൊത്തിരി ക്ഷീണിതരായും എങ്കിലും ഒത്തിരി സന്തോഷത്തോടെ അവർ തിരിച്ചു വരികയാണ്. വരുമ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന വഴിക്കാണ് അന്നത്തെ രാജാവിൻ്റെ പട്ടാളക്കാർ ഇവരെ പിടികൂടുന്നത്. അത് ക്രൈസ്തവ വിരുദ്ധരായ രാജഭരണം. അങ്ങനെ ഇവരെ പിടികൂടി രാജാവിന് മുമ്പിൽ ഹാജരാക്കി വിസ്തരിച്ചു. രാജാവ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഇപ്പോൾ ഈ 2 വചനപ്രഘോഷകരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ പട്ടാളക്കാർ ഇവരെ കൊല്ലാൻ വേണ്ടി പിടിക്കാൻ വരുമ്പോൾ ഇവർ പരസ്പരം മുന്നോട്ട് നിൽക്കുക, ഞാൻ ആദ്യം പോകാം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പരസ്പരം ശരിക്കും പറഞ്ഞാൽ അവർ പിടിവലി കൂടുകയാണ്, ആദ്യമേ പോയി രക്തസാക്ഷിയാകാൻ വേണ്ടി. അപ്പം രാജാവിൻ്റെ റോളിൽ ഞാനാണ് അഭിനയിക്കുന്നത്, ഞാനാണ് വിധി പ്രഖ്യാപിച്ചത്. അടുത്ത സീനിൽ ഇതേ ആൾക്കാർ തന്നെ, അപ്പോഴും രാജാവ് ഞാൻ തന്നെ, ആധുനിക വചനപ്രഘോഷകരാണ്. അവർ വലിയ സൗകര്യമായ രീതിയിലൊക്കെ പോയി വചനമൊക്കെ പ്രഘോഷിച്ച് തിരിച്ചു വരുമ്പോൾ വലിയ വീരവാദം മുഴക്കുകയാണ്. ഇത്തിരി രോഗശാന്തി നടന്നു, ഇത്ര അത്ഭുതങ്ങൾ നടന്നു, വലിയ രസകരമായിരുന്നു, വലിയ ജനക്കൂട്ടമായിരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് വീണ്ടും പട്ടാളക്കാർ ഇവരെ പിടിക്കുന്നു, രാജാവിന് മുമ്പിൽ കൊണ്ടുവരുന്നു, വിസ്തരിക്കുന്നു, ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അപ്പോൾ ഇവരെ വധശിക്ഷയ്ക്ക് പിടിക്കാൻ വരുന്ന പട്ടാളക്കാർ വരുമ്പോൾ ഇവർ പരസ്പരം അടുത്തയാളെ തള്ളിവിടുക, നീ പോ എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പം ചെറുതാണെങ്കിലും വളരെ പ്രകടമായൊരു വ്യത്യാസം. ആദിമസഭയിൽ അവർ ജീവിതത്തെ കണ്ടത് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് യേശുവിന് വേണ്ടി ആകുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുക, വിശുദ്ധനാകുക, വിശുദ്ധയാകുക എന്നൊക്കെ ഒരുപക്ഷെ വളരെ അപൂർവമായി സംസാരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം വിശുദ്ധിയാണോ നമുക്ക് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വിശുദ്ധ പാദ്രീപ്യ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകവാസത്തിന് ശേഷം സ്വർഗത്തിൽ ഒന്നിച്ച് വസിക്കുവാൻ വേണ്ടി നമുക്ക് വിശുദ്ധരാകാം. അപ്പോൾ സ്വർഗത്തിൽ ഒന്നിച്ച് വസിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ലോക ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതമുണ്ട് എന്നും ആ ദൈവത്തിൻ്റെ കൂടെയുള്ള അനന്തമായ ജീവിതമാണ് എന്നും ബോധ്യമുള്ളവർക്കും മാത്രമേ ഈ ഒരു വിശുദ്ധിയിൽ വളരുവാൻ താല്പര്യമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ ഈ ലോക ജീവിതം കൊണ്ട് തീരാവുന്ന ഒന്നാക്കി അത് മാറ്റുകയാണ്. ഇപ്പോൾ നിത്യമായി ജീവിക്കണമെന്ന്, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ ആ ദൈവികമായ ഐക്യത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്കാണ് വിശുദ്ധിയിൽ വളരുവാൻ സാധിക്കുക. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള ദൈവവിളിയാണെങ്കിലും നിത്യജീവനെക്കുറിച്ച് സ്വപ്നം കാണുന്ന, ആഗ്രഹിക്കുന്ന, പ്രത്യാശ വെക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതനുസരിച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ പൗലോസ്ലീഹ തന്നെ ഫിലിപ്പിയർക്കാരുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യുവാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, അദ്ദേഹം ഒരു കൺഫ്യൂഷനിലാണ്. ഇനിയും കുറേ കാലം ജീവിക്കണമോ അതോ മരിക്കണമോ, അതിൽ മരണത്തെ സ്വീകരിക്കണമോ? ഇനി കുറേ കാലം ജീവിക്കുവാണെങ്കിൽ കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ പറയുന്നത് പോലെ കുറേയും കൂടെ നന്മ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് മരിച്ച് ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം തീക്ഷ്ണമതിയാണെന്ന് നമുക്കറിയാം, തീവ്രവാദിയാണെന്ന് നമുക്കറിയാം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ സ്നേഹത്താലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളാലും അങ്ങേയറ്റം കത്തിജ്വലിച്ച വ്യക്തിയാണെങ്കിലും അദ്ദേഹം പറയുകയാണ്, ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ ഞാൻ മരണത്തെ സ്വീകരിക്കുന്നു. കാരണം അതിലൂടെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എങ്കിൽ നമ്മുടെ ചിന്ത എന്താണ്?
നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ കാണണം, ഈശോയെ അനുഭവിക്കണം, ഈശോയുടെ കൂടെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനാ വേളയിലോ ശുശ്രൂഷാ വേളയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂദാശ പരികർമ്മ സമയത്തോ ഒക്കെ യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, തീവ്രമായി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ മരണത്തിലൂടെയാണ് ഇത് സാധ്യമെന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് ആ മരണത്തെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൽ ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? അപ്പം മരണം ഒഴിവാക്കിക്കൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, യേശുവിൻ്റെ കൂടെ ആകാനാണ് നമ്മൾ പലപ്പോഴും താല്പര്യപ്പെടുക, പരിശ്രമിക്കുക. അപ്പോൾ പൗലോസ് നേരെ തിരിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി സ്നേഹവും അടുപ്പമുള്ളതുകൊണ്ട് ഇപ്പം മരണം സംഭവിച്ചാലും എനിക്ക് സന്തോഷമാണ്. കാരണം ഈ ഒരു വിശുദ്ധമായ ജീവിതത്തിലൂടെ യേശുവിൻ്റെ കൂടെ അനന്തമായ ജീവിതത്തിലേക്ക്, നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നിങ്ങൾ മാതാപിതാക്കന്മാർ മക്കളോട് സംസാരിക്കുമ്പോൾ, അവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് അവരോട് പറയാറുണ്ട് വിശുദ്ധിയിൽ ജീവിക്കണം, വിശുദ്ധനായി ജീവിക്കണം, അല്ലെങ്കിൽ വിശുദ്ധിയായി ജീവിക്കണമെന്ന്? ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇച്ചിരി കുറവാണെന്ന് വേണം പറയാൻ. വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനാ സമയത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു 3 വയസ്സുള്ള കൊച്ച് ഈ ജപമാല ചൊല്ലി തീരുന്നവരെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചുവെന്ന് പേരാമ്പ്ര പള്ളിയിൽ വികാരിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അത്രയും ചെറുപ്പം തന്നെ ആ കുട്ടിക്ക് ഒരുപക്ഷെ മാതാപിതാക്കന്മാർ തന്നെ കിട്ടിയതാണ് വിശുദ്ധിയിൽ വളരുക എന്നുള്ളത്. ഇപ്പോൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ വിശുദ്ധനാവുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷേ അതൊരു മാർഗമാണ്, അങ്ങനെ സംഭവിക്കുമെന്ന് ഈ അച്ഛൻ പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അനുദിന സംഭാഷണ വേളയിലും ജീവിത സംവാദങ്ങളിലും, അത് കുടുംബത്തിലാണെങ്കിലും മറ്റുള്ളവരുമായിട്ടാണെങ്കിലും എത്രമാത്രം ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. വിശുദ്ധനാകുക, വിശുദ്ധി പ്രാപിക്കുക ഒരു സാധ്യതയാണ്, എല്ലാവർക്കുമുള്ള സാധ്യതയാണ്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് തന്നെ പറയുന്നുണ്ട്, അവനും അവക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ. കൊച്ചുദേശപ്പുണ്യ ഇത് പറയുന്നുണ്ട്, അവർക്കും ഒക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിൽ മറ്റു ചില വ്യക്തികളെയോ മറ്റു ചില രൂപങ്ങളെയോ മറ്റു ചില അവസ്ഥകളെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അവന് അങ്ങനെ ആകാമെങ്കിൽ, അവൾക്ക് അങ്ങനെ ആകാമെങ്കിൽ എനിക്കും ആകാം, അതുകൊണ്ട് ഞാൻ പരിശ്രമിക്കുന്നു. വിശുദ്ധനാകുക, വിശുദ്ധയാകുക എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അല്ല പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്കും അവനും അവൾക്കും ആകാമെങ്കിൽ എനിക്കും ആകാമെന്നുള്ള ഒരു ചോദ്യം, ഒരു ബോധ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിത അന്തസ്സെന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ജീവിതാവസ്ഥ ഏത് തന്നെയാണെങ്കിലും, ഞാൻ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായ വിളി വിശുദ്ധിയിലേക്കുള്ള ദൈവവിളിയാണ്. ഒരു 24 വർഷം മുമ്പ് കപ്പൂച്ചിൻ സഭയുടെ ഉടുപ്പ്, സഭാവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രഖ്യാപിച്ചതോ ഞാൻ സമർപ്പിച്ചത് തന്നെയാണ്, കപ്പൂച്ചിൻ സഭയിലൂടെ ഈ സന്യാസ ജീവിതത്തിലൂടെ എനിക്ക് വിശുദ്ധി പ്രാപിക്കുവാൻ സാധിക്കും, ആഗ്രഹമുണ്ട് എന്ന്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും കുടുംബവും നയിക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകേണ്ട ബോധ്യമാണ് ഈ ഒരു കുടുംബജീവിതത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ മുന്നോട്ട് നയിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ജീവിതാന്തസ്സെന്ത് തന്നെയാണെങ്കിലും, വൈദിക ജീവിതമാകാം, സമർപ്പിത ജീവിതമാകാം, വിവാഹ ജീവിതമാകാം, ഏകസ്ഥ ജീവിതമാകാം, ഏത് ജീവിതാന്തസ്സാണെങ്കിലും അവർക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കുമുള്ള പൊതുവായ ഒരു കാഴ്ചപ്പാട് വിശുദ്ധിയിലേക്കുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ വ്യത്യസ്തമായ തലത്തിലൂടെ, വ്യത്യസ്തമായ അനുഭവത്തിലൂടെ, വ്യത്യസ്തമായ ജീവിതാന്തസ്സിലൂടെ കടന്നു പോകുന്ന നമ്മൾ വിശുദ്ധി എന്ന് പറയുന്ന പൊതുവായ ദൈവവിളിയിൽ നമ്മൾ ഒന്ന് ചേരുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 1661 നമ്പറിൽ വിവാഹമെന്ന കൂദാശയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്: വിവാഹമെന്ന കൂദാശയുടെ കൃപാവരം ദമ്പതികളുടെ മാനുഷിക സ്നേഹത്തെ പൂർണ്ണമാക്കുകയും അവർ തമ്മിലുള്ള അവിഭാജ്യമായ ഐക്യത്തെ ശക്തിപ്പെടുത്തുകയും നിത്യജീവിതത്തിലേക്കുള്ള വഴിയിൽ അവരെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേവലം ഈ ഭൂമിയിൽ ജീവിച്ച് തീരാനുള്ള ഒരു അനുഗ്രഹമല്ല, ഒരു ആശീർവാദമല്ല വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം തരുന്നത്. മറിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ മാനുഷിക സ്നേഹത്തെ
പൂർണ്ണമാക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഇനി അടുത്ത സ്റ്റെപ്പിൽ അതിനെ മറികടന്നുകൊണ്ട് അതിലും ഉപരിയായിട്ട് നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുമുള്ള വരപ്രസാദമാണ് വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം തരുന്നത്. അപ്പോൾ ആ ഒരു ജീവിതാന്തസ് എന്ന് പറഞ്ഞാൽ, ആ ഒരു ദൈവവിളി എന്ന് പറഞ്ഞാൽ വിശുദ്ധി പ്രാപിക്കുവാനുള്ള ദൈവവിളിയാണ് എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ഗണവുമായിരിക്കും. അപ്പോൾ ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ, ഒരു വിഭാഗത്തെ ദൈവം തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിശുദ്ധ ഗണമായിരിക്കും, വിശുദ്ധ ജനമായിരിക്കും. അന്ന് ദൈവം ആ ജനത്തോട് പറഞ്ഞെങ്കിൽ ഇന്ന് ദൈവം എല്ലാവരോടും പറയുന്നത്, എന്നോടും നിങ്ങളോടും പറയുന്നത്, നിങ്ങൾ എനിക്ക് ഒരു വിശുദ്ധനായ വ്യക്തിയായിരിക്കണം, ഒരു വിശുദ്ധ ഗണമായിരിക്കണം, ഒരു വിശുദ്ധ കുടുംബമായിരിക്കണം, ഒരു വിശുദ്ധ സമൂഹമായിരിക്കണമെന്നാണ്. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 22:31 പറയുന്നു, നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കും. ഇതാണ് ദൈവവിളി. നമ്മൾ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന, ദൈവം ക്ഷണിച്ചിരിക്കുന്ന ആ വിളിയിൽ നമ്മൾ പങ്കുചേരുകയാണ്, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊരു സാധ്യതയാണ്, എല്ലാവർക്കുമുള്ള സാധ്യതയാണ്, ആർക്കുമുള്ള സാധ്യതയാണ്. 2, വിശുദ്ധി എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. ഈ സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട്, ഈ സാധ്യതയെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയെ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്ന തീരുമാനമാണ് ഒരു വ്യക്തി വിശുദ്ധിയാകാനുള്ള മാർഗം എന്ന് പറയുന്നത്. കാരണം അങ്ങനൊരു തീരുമാനമെടുത്താൽ ഒരാഗ്രഹമുണ്ടാകുന്നു, ആ ആഗ്രഹം തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനൊരു തീരുമാനമെടുത്താൽ പിന്നെ എത്ര ത്യാഗം സഹിച്ചും ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകുവാനും അത് നേടിയെടുക്കുവാനും നമ്മൾ കഠിനമായി പരിശ്രമിക്കും. അപ്പം ആഗ്രഹം തീക്ഷ്ണമാണെങ്കിൽ മാത്രമേ തീരുമാനം ശക്തമാവുകയുള്ളൂ. തീരുമാനം ശക്തമായാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് കഠിനമായി പരിശ്രമം ഉണ്ടാകുകയുള്ളൂ. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ അത്യധികമായ തീരുമാനവും അതിനെ തുടർന്നുള്ള ശക്തമായ ഒരു ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തിരിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ അടുത്ത് അദ്ദേഹം കുട്ടികളെ കുമ്പസാരിപ്പിക്കുകയായിരുന്നു. കുമ്പസാരം കഴിഞ്ഞ് ഒരു കുട്ടി വന്ന് ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ട് എൻ്റെ കുമ്പസാരം? അപ്പോൾ ഈ കുട്ടി ഉദ്ദേശിച്ചത് അച്ഛൻ ഈ കേട്ട പാപങ്ങളെല്ലാം പറയും, ഒന്നുകിൽ നീ നല്ല ചീത്തയെന്ന് പറയുന്നതൊക്കെയാണ്. അപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്, എന്നെക്കുറിച്ച് എന്താ അച്ഛൻ്റെ അഭിപ്രായം? ഉടനെ ആ കുഞ്ഞിനെ നോക്കി ഈ അച്ഛൻ പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ ഞാനൊരു കുഞ്ഞു മാലാഖയെ കാണുന്നു, നിൻ്റെ ഉള്ളിൽ ഞാനൊരു കുഞ്ഞു മാലാഖയെ കാണുന്നു. അവൻ ചോദിച്ചത് മിക്കവാറും അച്ഛൻ വഴക്ക് പറയുമോ, അച്ഛൻ വേറെ എന്തെങ്കിലും അവൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമോ, കുമ്പസാരത്തെ കേട്ട കാര്യങ്ങൾ പറയുമോ എന്ന് കേൾക്കാനായിരിക്കാം. പക്ഷെ ഞാൻ കേട്ടതോ മറ്റൊരു വലിയ കാര്യമാണ്, നിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു മാലാഖയെ കാണുന്നു. ആ കുട്ടി പിന്നെ നന്നായി ജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വാക്കാണ്, നിൻ്റെ ഉള്ളിൽ ഞാനൊരു മാലാഖയെ കാണുന്നു, നിൻ്റെ ഉള്ളിൽ ഞാനൊരു വിശുദ്ധനെ കാണുന്നു എന്നുള്ള ഒരു വാക്ക് ആ കുട്ടിയെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചില അച്ഛന്മാരും ചില സമർപ്പിത സിസ്റ്റേഴ്സും പറയാറുണ്ട്, അവർ കുഞ്ഞായിരുന്നപ്പോൾ വീട്ടുകാരോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ വൈദികരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ പറഞ്ഞു, നീ ഒരു അച്ഛനാകും അല്ലെങ്കിൽ നീ ഒരു സിസ്റ്ററാകും. അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ കുഞ്ഞുപ്രായം മുതൽ കേട്ട ആ കാര്യം അവരുടെ ഉള്ളിൽ വളരുകയും വലുതായപ്പോൾ അവർക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞ ഒരു നല്ല വാക്കായിരിക്കാം, ഒരു നല്ല ഒരു പ്രോത്സാഹനമായിരിക്കാം, ഒരു പ്രചോദനമായിരിക്കാം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചതും അവരുടെ ജീവിതത്തെ ഒരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതും. അപ്പോൾ ഈ ഒരു തീരുമാനമെടുക്കുവാൻ, ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറയുന്ന പുരോഹിതൻ്റെ ആ വിശുദ്ധൻ്റെ വാക്കുകൾക്ക് സാധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നായിരിക്കാം.
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബാക്കി 100,000 കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും മറ്റു 100 കൂട്ടം ആളുകളെപ്പോലെ വളരണം, ആയിത്തീരണമെന്ന് പ്രോത്സാഹനം കിട്ടുമ്പോഴും നീ ഒരു വിശുദ്ധനാകണം, നീ ഒരു വിശുദ്ധയാകണമെന്നുള്ള പ്രോത്സാഹനമോ വാക്കുകളോ പലപ്പോഴും കിട്ടുന്നില്ല. അപ്പം ആ ഒരു തീ അവിടെ ഒന്ന് കൊടുത്തു വിട്ടാൽ അത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത് കത്തുന്നത്, അത് വലിയൊരു അഗ്നിയായി മാറുന്നത്. അതിന് പകരം മറ്റു പല രീതിയിലും ഇതിനെ അവഗണിച്ചുകൊണ്ട്, ഇതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സംസാരവും രീതികളും പ്രവൃത്തികളും ഒരുപക്ഷെ കൂടുതൽ ശക്തമാണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് അതെങ്ങനെ സമ്പത്തുള്ള മനുഷ്യനാണ്, സമൂഹത്തിന് അധികാരം മോഹിച്ച് ജീവിച്ച മനുഷ്യനാണ്. അങ്ങനെയാണ് അദ്ദേഹം കുരിശുദ്ധത്തിന് പോകുന്നത്. മാർപ്പാപ്പയുടെ സൈന്യത്തോട് ചേർന്ന് യുദ്ധം ചെയ്ത് തിരിച്ച് അസീസി വരുമ്പോൾ നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ മാടമ്പി പദവി അല്ലെങ്കിൽ പ്രഭു പദവി സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നത്. അങ്ങനെ സ്പൊളോറ്റ എന്ന് പറയുന്ന താഴ്വരയിൽ ഒരു രാത്രി അദ്ദേഹം വിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം അദ്ദേഹം കാണുകയാണ്. സ്വപ്നത്തിൽ സ്വരം കേൾക്കുകയാണ്, ഫ്രാൻസിസെ, ഏതാണ് ഉചിതം, യജമാനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ? ഉറക്കത്തിലായതുകൊണ്ട് കാര്യമായൊന്നും തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം ഉറക്കപ്പിച്ചോട് വിളിച്ചു പറഞ്ഞു, യജമാനെ സേവിക്കുന്നതിന് ഏറ്റവും യുക്തം. കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്തായി പറഞ്ഞതെന്നുള്ളത്. ഏതായാലും ഉറക്കത്തിൽ പറഞ്ഞത് പിന്നീട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ജീവിതത്തിൽ പറഞ്ഞു, യജമാനെ സേവിക്കുകയാണ് ശ്രേഷ്ഠം, ഭൃത്യനെ സേവിക്കുകയല്ല. അതൊരു തീരുമാനമായിരുന്നു. ഉറക്കത്തിൽ പറഞ്ഞ കാര്യം ഒരു തീരുമാനമായി അദ്ദേഹം ജീവിതത്തിൽ എടുത്തു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം അനുഭവിച്ച പരിത്യാഗങ്ങൾ, ജീവിത വിശുദ്ധിക്ക് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ഉപവാസം, തപശ്ചര്യകളൊക്കെ നമ്മളെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി വിശുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ മേലെയാണ് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. ഈ തീരുമാനമില്ലാതെ നമുക്കതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് മദർ തെരേസയെ സംബന്ധിച്ച് ഒരു തീരുമാനമായിരുന്നു. മൂലധനം 5 രൂപയും. ആ തീരുമാനമാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാൻ അവിടുത്തെ പ്രോത്സാഹിപ്പിച്ചത്. വിശുദ്ധി പ്രാപിക്കുന്നതിന് നാം കഠിനമായി പരിശ്രമിക്കണം, ദൈവത്തിനും സഹോദരങ്ങൾക്കും വലിയ സേവനം ചെയ്യണമെന്നാണ് വിശുദ്ധ പാദ്രി പിയ പറയുക. അപ്പോൾ നമുക്കറിയാം വിശുദ്ധിയിൽ ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പറയും ഇക്കാലത്ത്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, ഒരുപക്ഷെ ഇക്കാലത്ത് അല്പം കൂടുതലായിരിക്കാം. വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് പാതിരിപ്പി പറയുന്നത് കഠിനമായി പരിശ്രമിക്കണം, പിന്നെ ദൈവത്തിനും സഹോദരങ്ങൾക്കും സേവനം ചെയ്യണം. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് മൂന്നാമത്തെ ജീവിത ശൈലിയാണ്. പള്ളിയിൽ പോകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നല്ല പുസ്തകം വായിക്കുമ്പോൾ, കൊന്ത ചെല്ലുമ്പോൾ ഞാൻ നന്മയിലാണ്, ഞാൻ വിശുദ്ധിയിലാണ് എന്നെടുക്കുന്ന നിലപാടല്ല. മറിച്ച് എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും, എൻ്റെ ജീവിതത്തിൽ മുഴുവനും ചൂട് നിൽക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രവർത്തന മേഖലകളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ വിശുദ്ധി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരു ഫീലിംഗ് അല്ല, അതൊരു അനുഭവമാണ്, അതൊരു ജീവിതമാണ്, അതൊരു ശൈലിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ടോ? എൻ്റെ സംസാരത്തിൽ, ചിന്തയിൽ, പെരുമാറ്റത്തിൽ. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര നല്ല കാര്യങ്ങളാണ്. ഞാനും ചിലപ്പോൾ ഓർക്കാറുണ്ട്, ധ്യാനിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എന്തെല്ലാം പുണ്യങ്ങൾ പറയുന്നു. അതെത്രമാത്രം ഞാൻ ജീവിക്കുന്നുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ, സമ്മതിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കേണ്ട, എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കേണ്ട ഒന്നാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധമായ ജീവിതം എന്ന് പറയുന്നത്. ഇതിനെയാണ് പുണ്യപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. പുണ്യം പറയാൻ നമുക്കെല്ലാവർക്കും എളുപ്പമാണ്. ആ പുണ്യം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. വിശുദ്ധ ഫ്രാൻസിസിനോട് ലിയോ പൗലോസ് ചോദിക്കുന്നുണ്ട്, പിതാവേ, എന്താണ് വിശുദ്ധി? എല്ലാവരും അങ്ങേ വിശുദ്ധനെന്ന് വിളിക്കുന്നു. ഫ്രാൻസിസ് മറുപടിയൊന്നും പറഞ്ഞില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ ലിയോ പിന്നെയും ചോദിക്കുക, അല്ല പിതാവേ, എന്തുകൊണ്ടാണ് അങ്ങേ എല്ലാവരും വിശുദ്ധനെന്ന് വിളിക്കുന്നത്? എന്താ ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ? അപ്പോഴും ഫ്രാൻസിസ് ഒന്നും പറഞ്ഞില്ല. പിന്നെയും ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ലിയോ, നമ്മളെ പോകുന്ന വഴിക്ക് ഇന്ന വീട്ടിലാണ് നമുക്ക് നത്താഴം ഒരുക്കിയിരിക്കുന്നത്. ലിയോ പറഞ്ഞു, അവിടെ പോകാൻ പറ്റില്ല, കാരണം ഇന്നേ വരെ അവരൊന്നും നമുക്ക് തന്നിട്ടില്ല. അവിടെ നമ്മുടെ സഹോദരങ്ങൾ ആര് എന്നാലും അവർ വാതിലടയ്ക്കുക മാത്രമല്ല ചീത്ത വിളിക്കുകയും അനാവശ്യങ്ങൾ പറയുകയും ചെയ്യും. അതുകൊണ്ട് അവിടെയല്ല,
പക്ഷെ ഫ്രാൻസിസ് പറഞ്ഞില്ല, നമുക്ക് ഇന്ന് അത്താഴം അവിടെയാണ്. അങ്ങനെ ലിയോ മരിച്ചോണ്ട് നിർബന്ധിച്ച് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി വാതിലെ മുട്ടി. വീട്ടുടമസ്ഥ വാതിൽ തുറന്നു. ഫ്രാൻസിസും ലിയോയും കണ്ടു. അയാൾ ഭയങ്കരമായിട്ട് ശകാരിക്കാനും ചീത്ത പറയാനും തുടങ്ങി. ഒരുത്തന്മാർ ഇറങ്ങിയിരിക്കുന്നു, പണിയെടുക്കുകയില്ല, ചുമ്മാ തിന്ന് നടക്കുക, വേറെ പണിയൊന്നുമില്ലേ, വാതിലടച്ചു. അപ്പോൾ ലിയോ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ പോകണ്ടെന്ന്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഇല്ല ലിയോ, ദൈവം ഇന്ന് നമുക്ക് വേണ്ടി അത്താഴം ഒരുക്കിയത് ആ വീട്ടിലാണ്. ലിയോ പറഞ്ഞു, ഞാൻ വരുമൊന്നുമില്ല, എനിക്ക് പേടിയാണ്. എങ്കിലും ഫ്രാൻസിസ് നിർബന്ധിച്ചു. അവിടെ ചെന്നു. വീണ്ടും വാതിലെ മുട്ടി. ഈ വീട്ടുടമസ്ഥ വാതിൽ തുറന്നു. ഇവരെ കണ്ട പാടെ വാതിലിന് പറയിരുന്ന വലിയൊരു മുട്ടൻ വടി എടുത്ത് രണ്ടുപേരെ, ഫ്രാൻസിസിനെയും ലിയോനെ അടിച്ചോടിച്ചു. അടിയൊക്കെ കിട്ടി നല്ല വേദനിച്ചിരിക്കുന്ന ലിയോ കുറച്ച് കഴിഞ്ഞ് ഫ്രാൻസിസ്, ഞാൻ പറഞ്ഞതല്ലേ അയാളടുത്ത് പോകണ്ടെന്ന്. എന്നിട്ട് നിർബന്ധിച്ചു പോവുക. കുറ്റപ്പെടുത്തിയപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഇല്ല ലിയോ, ദൈവം പറയുന്നു ഇന്നത്തെ അത്താഴം അവിടെ ഒരുക്കിയിരിക്കുന്നത്. ലിയോ പറഞ്ഞു, ഞാനിനി വരുന്നില്ല, എനിക്ക് തല്ലുകൊള്ളാൻ പറ്റില്ല, പിതാവ് വേണേൽ പൊക്കോ, തല്ലുകൊണ്ടു. ഏതായാലും ഫ്രാൻസിസ് വീണ്ടും വീട്ടിലേക്ക് ചെല്ലുന്നു. ലിയോ പുറകെ പമ്പി നിൽക്കുകയാണ് തല്ലി മേടിക്കാതിരിക്കാൻ വേണ്ടി. ഫ്രാൻസിസ് വാതിലെ മുട്ടി. വീട്ടുടമസ്ഥ വീണ്ടും വാതിൽ തുറന്നു. ചീത്ത പറയാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. ഉടനെ ഫ്രാൻസിസ് കരങ്ങളുയർത്തി പറഞ്ഞു, ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ, ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. തിരിച്ചു പോന്നു. ലിയോവിന് ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്താണ് വിശുദ്ധിയെന്ന്. എന്താണെന്ന് മനസ്സിലായി. ലിയോ ബ്രദറിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഫ്രാൻസിസിനെ മറ്റുള്ളവർ വിശുദ്ധനെന്ന് വിളിക്കുന്നത്. അതൊരു ജീവിതമാണ്, അതൊരു ശൈലിയാണ്, അതെല്ലായ്പ്പോഴും തുടരേണ്ട ഒന്നാണ്. അത് കുറച്ച് കാലത്തേക്കുള്ളതല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവനും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ദൈവവിളിയോട്, വിശുദ്ധിയിലേക്കുള്ള ദൈവവിളിയോട് നമുക്ക് അല്പം സാഹസത്തോടെ ആണെങ്കിലും, അല്പം പരിത്യാഗത്തോടെ ആണെങ്കിലും, അല്പം വേദനയോടെ ആണെങ്കിലും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു വിശുദ്ധനായും ഒരു വിശുദ്ധയായും വളരുവാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് എന്നും അതിനുള്ള വളമാണ് എന്നും കരുതി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിത വിശുദ്ധി അത് ഇന്നത്തെ ലോകത്തിന് അത്യാവശ്യമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഒരു വിശുദ്ധനാകുക, ഒരു വിശുദ്ധയാകുക എന്നുള്ളതാണ് ദൈവത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലയേറിയ ദൈവവിളി എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.